ഒന്ന് പതുക്കെ ചവിട്ടുപോയി. സോറി സാർ. എടോ ഒന്ന് തുറന്നതാണോ സാർ? സാർ കൈക്ക് എങ്ങനെയുണ്ട്? ആ ഹൈക്കോടതിന് മുന്നിലെ പിക്കറ്റിങ്ങിന്റെ കാര്യം എന്തായി? ഏത് പിക്കറ്റിംഗ്? ഏത് പിക്കറ്റിങ്ങോ? എടോ താനൊക്കെ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാണ്ട് നടക്കുന്നോണ്ടാ ഇവിടെയൊക്കെ ഇങ്ങനെ. സാർ ADGP വിളിക്കും, എനിക്കറിയാം. ഓരോ മാരണങ്ങൾ ഇങ്ങോട്ട് തള്ളിയിട്ട് എന്നെ വിളിച്ചാൽ മതിയല്ലോ. എത്തിയിട്ടില്ലേ രാവിലെ? ആര്? എടോ ആ ACP താര. ബാംഗ്ലൂർ 2 എണ്ണത്തിനെ കൊന്നതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ ചെട്ടിയാരുടെ പുറകാണെന്നും ഇവിടുത്തെ മാഫിയ പൂട്ടിക്കെട്ടാനുള്ള പ്ലാനിങ്ങുമായിട്ട് നടക്കുക. എനിക്കിതൊന്നും അറിയത്തില്ലെന്നാ അവളുടെ വിചാരം. ഷോ, ഇനി ഇവളെങ്ങാനും അവരെ തോണ്ടി വല്ല പ്രശ്നം ഉണ്ടാക്കിയ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക. താൻ ചെന്ന് ഞാൻ അവരെ വിളിക്കുന്നു എന്ന് പറ, അല്ലെങ്കിൽ വേണ്ട ഞാൻ വന്നു എന്ന് പറ. ശരി 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 സാർ. ഒന്ന് തൂത്തിട്ട് പോലുമില്ല. ടു പോലീസ് കമ്മീഷണർ. പോലീസിൻ്റെ അനാസ്ഥ നഗരത്തിൽ പെരുകി വരുന്ന കള്ളന്മാരെ പിടിക്കുന്നതിനുള്ള പോലീസിൻ്റെ അനാസ്ഥ കൂടി വരികയാണ്. അഡ്രസ്സ് പോലും ഒറ്റ ഒരുത്തിനും എഴുതിയിട്ടില്ല. Sir. Yes? താര മാത്യു. സർ വിളിച്ചു എന്ന് പറഞ്ഞു. ഞാനോ? അവനെയൊക്കെ പോലീസിലെടുത്തവനാണെന്നല്ല. ഇരുന്നായിരുന്നു. ഓക്കെ ഓക്കെ. സർ, ANSൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ്. സർ വന്നിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എങ്ങനെയുണ്ട്? മനസ്സിലായില്ല. പൊതുവേ അല്ല എല്ലാം ഫൈൻ. ബാംഗ്ലൂർ എങ്ങനെയുണ്ട്? ഇവിടുത്തെ പോലെ ചൂടുണ്ടോ? 4 months മുമ്പ് ഞാനൊന്ന് വന്നായിരുന്നു. സർ, ലെറ്റ്സ് നോട്ട് വേസ്റ്റ് അവർ ടൈം. ഓ, ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാലോ. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഐ അപ്രീഷിയേറ്റ്. ഇങ്ങനെ എടുത്തു ചാടി ഓരോരോ പ്രശ്നങ്ങളിൽ നമ്മൾ എപ്പോഴും ലോങ് റണ്ണിനെ കുറിച്ച് കൺസേൺഡ് ആയിരിക്കണ്ടേ? സത്യത്തിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താരയെപ്പോലൊരു ഓഫീസറിനോട് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യം. ബട്ട് സ്റ്റിൽ ഇത് കർണാടകയല്ല. അവിടുത്തെ കാര്യങ്ങൾ മറന്നുകൊണ്ട് മുന്നേറുന്നതായിരിക്കും എന്തുകൊണ്ടും താരയ്ക്ക് നല്ലത്. കൂട്ടത്തിൽ ഞങ്ങൾക്കും. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഏകദേശം താരയ്ക്ക് പിടികിട്ടി കാണുമല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു. ബൈ ദ ബൈ താര, ഒരു തമിഴ്നാട് ബേസ്ഡ് ചെട്ടിയാർ, അയാളുടെ ഇവിടുത്തെ ഡീലിങ്സിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? ഇല്ല സർ. നോ ഐഡിയ. ദെൻ ഓക്കെ, ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, പോയിക്കോളൂ. സർ.